ഈ ഇടയ്ക്ക് വൈറലായ ഒരു കുട്ടിയുടെ വീഡിയോ പ്ലസ് മീനാക്ഷി, നമ്മളെ അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ചൈൽഡ് ആർട്ടിസ്റ്റായി വന്ന് ഇപ്പോൾ ഒരുപാട് സിനിമകളിലും ആങ്കറൊക്കെ ആയിട്ട് നിൽക്കുന്ന മീനാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസിൻ്റെ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും. ഓക്കെ, ഇത് രണ്ടും വൈറലാണ്. അപ്പോൾ രണ്ടും ഈ മതം ദൈവം ആ ആസ്പെക്റ്റൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റും ഒരു വീഡിയോ ഒക്കെയാണ്. അപ്പോൾ പലരും പല സമയങ്ങളിലായിട്ട്, ഇപ്പം ഞാനാണെങ്കിൽ പോലും കുറച്ച് കാലം മുമ്പ് വരെ ജെൻസി ക്രൗഡിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എന്തെന്ന് ആഡ് ചെയ്ത് 2Kകൾ എന്താ അവർ കാണിക്കുന്നേ, എന്തെന്ന് ജെൻസി, ഈ ഒരു മൂഡായിരുന്നു നമ്മൾ 90s ആണേ. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഇപ്പോൾ ക്ലോസ് ആയിട്ട് ഇവരെ നോക്കുമ്പോൾ, ഇവരുടെ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ, ഇവരുടെ ഒരു എന്താ പറയുക ലൈഫ് സ്റ്റൈലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളെക്കാൾ കൂടുതൽ വളരെ പ്രാക്ടിക്കലാണ് ഇവർ. ഓക്കെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ ഈ മതം ദൈവം ആ ആസ്പെക്റ്റൊക്കെ ഞാൻ വിട്ട് കളഞ്ഞാണ്. വേണ്ട, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം എന്നുള്ളത് എനിക്ക് പേഴ്സണലി എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രാക്ടിക്കലായി. ഓക്കെ, ലൈഫിനോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഭയങ്കര ക്യൂരിയോസിറ്റി എനിക്ക് കൂടി തുടങ്ങിയ കാര്യങ്ങളോട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ തലയിലിട്ട് നല്ലത് നടന്നാലും ദൈവത്തിൻ്റെ കാരണം കൊണ്ട് നല്ലത് നടന്നു, ചീത്ത നടന്നാലും ദൈവത്തിൻ്റെ കാരണം കൊണ്ട് അത് ചീത്തയായിപ്പോയി. നല്ലതാണെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിലും ഒരു തരത്തിലും ബോധമില്ലാതെ പഴി ചാരാനാണെങ്കിലും എല്ലാത്തിനും ഒരു ദൈവം എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റിനാണ് വെച്ചിട്ട് പോകുന്ന രീതിയിൽ നിന്ന് മാറി, നല്ലത് നടന്നാൽ അത് എന്തുകൊണ്ട് ഇനി നല്ലത് നടക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ചീത്ത നടന്നാൽ എന്തുകൊണ്ട് ഇനി ചീത്ത നടക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അത് ഞാൻ തന്നെ വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ഞാനൊക്കെ മാറി തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെ അറിയോ, അവർ പാരൻസൊക്കെ എത്ര പുഷ് ചെയ്താലും, ഒരു മോസ്റ്റ് മെജോറിറ്റി കുട്ടികളും അവർ ഇപ്പം എന്നെപ്പോലെ ലേറ്റായിട്ടല്ല, തുടക്കം മുതലേ അവർക്കൊരു ചിന്ത വരുന്നുണ്ട്. ദൈവം ആണെന്നുണ്ടെങ്കിൽ ദൈവം ഉണ്ടായിക്കോട്ടെ, മതം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഒരു ഭയങ്കര പ്രാക്ടിക്കലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ആദ്യം തന്നെ ഞാൻ വെക്കുന്നത് മീനാക്ഷിയുടെ ഒരു പോസ്റ്റാണ്. ഓക്കെ, മീനാക്ഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിവിടെ വയ്ക്കാം. ഏത്തിസ്റ്റ് ആണോ ചോദ്യമെങ്കിൽ റാഷണൽ ആണ് എന്നു ഉത്തരം. പക്ഷേ യഥാർത്ഥ ഏത്തിസ്റ്റ് നിരീശ്വരവാദി ആരാണ്? തീർച്ചയായും ദൈവത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നവരെന്ന് നമ്മൾ കരുതുന്ന വിശ്വാസികളിൽ ചിലർ തന്നെ അവർ ദൈവ മുതൽ മോഷ്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളുകളായി നിന്ന് കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ ഒക്കെയും കൃത്യമായും അവർക്കറിയാം അവരെയോ അവരുടെ ബന്ധുക്കളെയോ ഒരു ദൈവവും ശിക്ഷിക്കാൻ പോകുന്നില്ല, അഥവാ അങ്ങനെയായാൽ എന്നു തന്നെ. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികൾ എന്നു നമ്മൾ കരുതുന്നവർ ചിലർ തന്നെയാണ് നിരീശ്വരവാദികൾ. പൊതുവെ ഏത്തിസ്റ്റുകൾ എന്ന് പറഞ്ഞു നാട്ടുകാർ വലിയ ശല്യമുണ്ടാക്കിയതായി അറിവുമില്ല. തന്നെ ശാസ്ത്രബോധം ജീവിതത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനും ചുറ്റുപാടുകളെ ശരിയായി മനസ്സിലാക്കാനും എന്നെ ഏറെ സഹായിക്കുന്നു. അത് പക്ഷേ എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. മതബോധങ്ങൾക്കോ ദൈവബോധങ്ങൾക്കോ തുടങ്ങി ഒന്നുമില്ല. ഓക്കെ, ഒരു ക്ലിയർ കട്ട് പോസ്റ്റാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നീ ഒരു എയ്ത്തിസ്റ്റ് ആണോ? എന്താ നിൻ്റെ അവസ്ഥ? നീ എന്താ ഇങ്ങനെ ദൈവം അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞ ആസ്പെക്റ്റിനോട് വിശ്വാസം വയ്ക്കാത്തത്? അപ്പോഴൊക്കെ ഞാൻ പറയാറ്, ഞാൻ കുറച്ചും കൂടി യുക്തി ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. മനസ്സിലായി? എൻ്റെ യുക്തിയാണ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര റാഷണലാണ്. എൻ്റെ യുക്തിബോധം ഞാൻ അത്രേ ചിന്തിക്കാറുള്ളൂ. ഇപ്പോൾ പ്രപഞ്ചം ഉണ്ടാക്കിയതാരെന്ന് ഞാൻ നേരത്തെ സ്നേഹനോട് ചോദിച്ചു. സ്നേഹ കൊടൂരമായ ദൈവവിശ്വാസിയാണ്, ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതിൽ യുക്തി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഇല്ല, ഉണ്ടാക്കിയ ദൈവമാണ്. മനസ്സിലായോ? സ്നേഹ അതിൻ്റെ ബാക്കിൽ ഒരുപാട് സയൻസ് ഉണ്ട്, മനസ്സിലായോ? അത് പഠിക്കണം, പഠനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അല്ലാതെ ഒറ്റയടിക്ക് ദൈവത്തിന്റെ തലയിലിട്ടിട്ട് പോക്കല്ലല്ലോ. സ്നേഹം ആക്കുന്നുണ്ട് കേട്ടോ. എടി, അറിവുകൾ നേടണം ലൈഫിൽ, അല്ലാതെ അറിവുകൾ നേടാൻ മടിച്ചിട്ട്, അതായത് ചിലരെങ്ങനെ അറിയോ, ഒരു അറിവും നേടണമെന്ന് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്താണെങ്കിലും ദൈവത്തിന്റെ മേത്തിക്കാൻ ഇട്ടിട്ട് പെട്ടെന്ന് സ്കൂട്ടായി പോവാം. ഭയങ്കര ഈസിയാണ്. മനസ്സിലായി? മതം ദൈവം എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം എന്ത് വന്നാലും ദൈവത്തിന്റെയും മതത്തിന്റെയും മേലിലാണ് ഇട്ടിട്ട് പിന്നെ കുറേ ഒന്നും ചിന്തിക്കാതെ ദൈവം മതം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റും. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ വളരെ ഈസിയാണ്. അവിശ്വാസിയായിട്ട് ജീവിക്കാനാണ് പാട്. കാരണം എന്താ പറയുക, നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും, നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മൾ പഠിക്കണം, അങ്ങനെ കുറേ സാധനങ്ങളിലൂടെ നമ്മൾ പോകണം. പിന്നെ നമ്മൾ നമ്മളെ തന്നെ പഠിക്കാൻ തുടങ്ങും, നമ്മുടെ ലൈഫിനെ പഠിക്കാൻ തുടങ്ങും.
അത് ഫണ്ണായിട്ട് ഭയങ്കര പ്രാക്ടിക്കലായിട്ട് എടുക്കുന്നവർക്ക് ഭയങ്കരമാണ് ലൈഫ്, ഭയങ്കര സെറ്റാണ് ലൈഫ്. ഇപ്പോൾ മീനാക്ഷിയൊക്കെ എനിക്ക് തോന്നുന്നു ആ റൂട്ടിലാണ്. സ്നേഹ പോലുള്ളവർ അങ്ങനെയല്ല, എല്ലാം ദൈവമാണ്. എൻഡ് ഓഫ് ദ ഡേ കാറ് മേടിച്ചാൽ നാരങ്ങ വെച്ച് മുന്നിക്ക് എടുത്താൽ കാർ അടിപൊളിയായിട്ട് പോയി. മനസ്സിലായോ? ഞാൻ നാരങ്ങ വെച്ച് മുന്നിക്ക് എടുത്തില്ലേ, കാർ എവിടെയും തട്ടിയോ, ദൈവകോപം. ഇനി ഏതെങ്കിലും ബസ് നേരെ വന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് വെട്ടിച്ചു, അത് ഡ്രൈവറുടെ കഴിവ്, വണ്ടിയുടെ കഴിവും അല്ല. അഡാസുള്ള വണ്ടിയാണെങ്കിൽ പോലും അത് വണ്ടിയുടെ കഴിവല്ല, ഡ്രൈവറുടെ കഴിവല്ല. ദൈവം രക്ഷിച്ചു. കാരണം എന്താ, നാരങ്ങ വെച്ചിട്ട് അതാണ്. ഓക്കെ, ഡ്രൈവറെ വിചാരിപ്പിക്കുന്നത് ദൈവമുണ്ട്. അഗർബത്തിയുടെ സൈക്കിൾ അഗർബത്തി, അതാണ് സ്നേഹനൊക്കെ ചെയ്തത്. സൈക്കിൾ അഗർബത്തി ചെയ്തതാണ്. ഞാൻ കളിയാക്കാൻ പറഞ്ഞതല്ല, പക്ഷെ കുറച്ചുകൂടി പ്രാക്ടിക്കലായ. ഇപ്പൊ നമ്മൾ റീസെന്റ് എന്തൊക്കെ ഇഷ്യൂസ് കണ്ടു, ദൈവത്തിന്റെ മുതൽ തന്നെ കട്ടെടുത്തു. ഇപ്പൊ മീനാക്ഷി ഇതേപോലെ ദൈവത്തിന് കാവൽ നിൽക്കുന്നവരും ദൈവത്തിന് കാവൽ നിൽക്കുന്നവര്, ഞാൻ സ്ട്രെസ് ചെയ്തോളും, ദൈവത്തിന് കാവൽ. എന്ത് ദൈവത്തിന് കാവൽ? എന്തിനാ ദൈവത്തിന് കാവൽ? ദൈവം നമ്മളെ കാക്കുന്നു എന്നുള്ളതാണ് കോൺസെപ്റ്റ്. പക്ഷെ ഇവിടെ നടക്കുന്ന എന്താ, ദൈവത്തിന് കാവൽ. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. എന്നിട്ട് ആ കാവൽ നിൽക്കുന്ന ആളുകൾ തന്നെ ദൈവത്തിന്റെ സ്വർണ്ണം അടിച്ചു മാറ്റി പോവുക. ഒരു സൈഡിൽ തട്ടത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും കുട്ടികൾക്ക് പഠനത്തിന് മുടക്ക് വരുത്തുക. അങ്ങനെ 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 ഒരുപാട് വിഷയങ്ങൾ ദൈവവും മതവും റിലേറ്റഡ് ആയിട്ട്. ഒരു മനുഷ്യന് സ്വൈരമായിട്ട് ശരിക്കും മതത്തിനും ദൈവത്തിനും വിശ്വസിച്ച് ജീവിച്ചതെന്ന് പറഞ്ഞാൽ അതെന്താ സ്കീം അറിയോ? പേടിച്ച് ജീവിക്കുക. പേടി വേണം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പേടി നമ്മളെ തന്നെ പേടിക്കണം. ഞാൻ എന്നെ പേടിച്ചു തുടങ്ങിയുണ്ടല്ലോ, ഞാൻ നന്നാവും. അല്ലാതെ ഞാൻ ദൈവത്തിനെ പേടിച്ചു തുടങ്ങിയ, ദൈവമല്ലേ കണ്ണടയ്ക്കുക, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ദൈവത്തിനെ പറ്റി. ഈ ദൈവത്തിന് പേടിയുള്ള, ഇപ്പം മലയ്ക്ക് മാലയിടുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിഗരറ്റും വലിക്കും, കള്ളും കുടിക്കും. ഇറച്ചി മീനും കഴിക്കുന്ന എന്നൊരു സ്കീം വേണ്ടുള്ളൂ. സിഗരറ്റും വലിക്കും, കള്ളും കുടിക്കും. എന്ത് ദൈവമല്ലേ, ക്ഷമിച്ചോളൂ. അങ്ങനത്തെ ടീമുകളുണ്ട്. അപ്പം എന്താ പറയുക, ദൈവത്തിനെ ആകുമ്പോൾ പറ്റിക്കാം, ദൈവത്തിനെ ആണെന്നുണ്ടെങ്കിൽ ദൈവം കണ്ണടയ്ക്കും. നമ്മൾ സ്വയം നമ്മളെ തന്നെ പറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. ഇപ്പം എനിക്ക് ഇന്നെ പറ്റിക്കാൻ ഭയങ്കര പേടിയാവും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെ പറ്റിക്കാൻ ഒന്ന് പേടിക്കും, നമുക്ക് ദൈവത്തിനെ പറ്റിക്കാനൊന്നും വലിയ സ്കീമൊന്നുമില്ല, പറ്റിക്കും. ഓക്കെ. അപ്പോൾ മീനാക്ഷി ഇത് മാത്രമല്ല, മീനാക്ഷിയുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് മീനാക്ഷി പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. സയന്റിഫിക് ടെമ്പർ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതിൽ നല്ലത് അതില്ലെന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ്. അതാകുമ്പോൾ എളുപ്പമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഇതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഇതിന് ഒരുപാട് സയന്റിഫിക് റീസൺസ് ഉണ്ട്. നമ്മളൊരു കുഞ്ഞു കാര്യത്തിൽ തുടങ്ങിയാലും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടി, എവിടെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ പുറകെ അലയേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെയും ഇതൊക്കെ നമുക്ക് ഉള്ളതാ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർന്നു. അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പം ഈസി ആൻസേഴ്സിൽ ബിലീവ് ചെയ്യുന്നു എന്ന് പറയുമ്പം അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ പക്ഷേ ഈ ഈസി ആൻസേഴ്സ് അധികം നിലനിൽക്കില്ല. കാരണം അതിനൊരു റീസൺ ഇല്ല. ഒരൊറ്റ വാക്കിൽ പറയുന്ന ഉത്തരങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ സയൻസിലേക്ക് വരുമ്പോൾ അതിനും ഒരുപാട് വഴികളാണ്. ഇതിൻ്റെ തുടക്കം തൊട്ടേ നമ്മൾ പഠിച്ച് വരേണ്ടതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു കുറ്റിയെ കെട്ടിയ പശു ആ കുറ്റിക്ക് ചുറ്റും മാത്രമേ കടന്ന് കറങ്ങൂ. അത് അഴിച്ചു വിട്ടാലേ, അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു കാര്യം ഉറച്ചു വിശ്വസിച്ചത് ശരിയാണ് എന്ന് വിചാരിച്ച് അങ്ങ് തർക്കിക്കുകയാണ്. അതല്ല, ബാക്കിയുള്ളവർ പറയുന്നതും കൂടെ കേട്ടിട്ട് തീരുമാനിക്കാം എന്ന് വിചാരിച്ചാലേ നമുക്ക് അവർ പറയുന്നതും കൂടെ മനസ്സിലാവൂ എന്നുള്ളൊരു കാര്യം അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, അതായത് ഈ കുറ്റിക്ക് ചുറ്റും കെട്ടിയ പശുവാണ് ഇവിടുത്തെ പല വിശ്വാസികളും. ഓക്കെ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ചിലരൊക്കെ ഭയങ്കര പ്രാക്ടിക്കലാണ്, എന്നാലും ലൈഫിൽ ജസ്റ്റ് ദൈവത്തിനൊപ്പം കൂട്ടുപിടിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ചിലരുടെ കാര്യമൊന്നും അങ്ങനെയല്ല, അന്തം വിട്ട രീതിയിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാക്ടിക്കലായതിൻ്റെ ലൈഫ് എന്നാണ്. കാരണം നല്ല പൈസയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ജീവിച്ചിരുന്ന എൻ്റെ അമ്മമ്മയൊക്കെ കുത്തുവാളെടുത്ത് ലാസ്റ്റ് നരകിച്ച് പോയതൊക്കെ ആൾ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ്. എന്നിട്ട് അതെടുത്തിൻ്റെ തലയിൽ പേരും വെച്ച് തന്നു. ലാസ്റ്റ് അമ്മമ്മ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് എനിക്കിപ്പോൾ പേരും മാറ്റാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതങ്ങനെയാണ് ചില ആളുകളുടെ ജീവിതത്തിൽ. ഇത് ദൈവം എഫക്റ്റ് കൊണ്ട് അവരുടെ ലൈഫ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സ്പോയിലാവുന്നു. ഇപ്പോൾ ഒന്നും വേണ്ടറി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹിന്ദുസിൻ്റെ ഇടയിൽ കേട്ടോ, ഒരു മോസ്റ്റ് മെജോറിറ്റി കല്യാണം കഴിക്കാതെ നടക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ചോദിച്ചാൽ മതി, അവരെ പ്രശ്നം കൊണ്ടാവില്ല അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തത്, നടക്കാത്തത്. ഗുളികൻ, ശനി, പിന്നെന്താ ശുദ്ധജാതകം, ഏതെങ്കിലുമൊക്കെ പണിക്കന്മാരെ കാരണം കൊണ്ടായിരിക്കും ഇവരുടെ കല്യാണം നടക്കാത്തത്, അല്ലാതെ അവരുടെ പ്രശ്നം കൊണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ നാട്ടിലെ കുഴപ്പമെന്ന് പറയുന്നത്. എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് സംഗതി മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു 1-2 ജനറേഷൻ കഴിയുമ്പോഴത്തേക്ക് യൂറോപ്പിലൊക്കെ ഉള്ള പോലെ പള്ളികളൊക്കെ മാറി വേറെ ബിസിനസ്സിന് കൊടുക്കും, അമ്പലങ്ങളൊക്കെ മാറി വേറെ ബിസിനസ്സിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോകും. കാരണം മക്കൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി ഇതൊന്നും കെട്ടിപ്പിടിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല, പ്രാക്ടിക്കലായിട്ട് പരിപാടി നടക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കർമ്മ പറയുമ്പോൾ ചിലർ പറയും കർമ്മയ്ക്കൊപ്പം എനിക്ക് വിശ്വാസം ഉണ്ട്. കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം, നമ്മുടെ കർമ്മം.
എൻ്റെ കർമ്മം, നിങ്ങളുടെ കർമ്മം, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ള കർമ്മയുണ്ട്. അല്ലാതെ കർമ്മേനെ കൊണ്ടുപോയിട്ട് നിങ്ങളാരും ദൈവത്തിൻ്റെ തൊഴുത്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കർമ്മേനെ കൊണ്ടുപോയി നിങ്ങൾ ദൈവത്തിൻ്റെ തൊഴുത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ദൈവം, അത്രേ ഉള്ളൂ. മനസ്സിലായി? നിങ്ങളാണ് ദൈവം, അത്ര വിശ്വസിച്ചാൽ മതി നിങ്ങൾ. ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ഞാനാണ് ദൈവം, എൻ്റെ ദൈവം ഞാനാണ്, എൻ്റെ പ്രവർത്തികളാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. എൻ്റെ പ്രവർത്തികളാണ് എൻ്റെ ദൈവം, അത് മര്യാദയ്ക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് പറയുമ്പോൾ പലർക്കും കുരു പൊട്ടുമെന്ന് എനിക്കറിയാം. നല്ല രീതിയിലുള്ള ചീത്തവിളിയൊക്കെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. കാരണം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ഞാൻ ഇത് പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിലൊക്കെ പണ്ട് പ്രശ്നം വരുമ്പോൾ ആദ്യം ഓടുന്നത് പണിക്കരെടുത്തേക്കാം പ്രശ്നം വെപ്പിക്കാൻ. ഡോക്ടറെ അടുത്തൊന്നും പോകില്ല കേട്ടോ, അസുഖം വന്നറിയാം, നേരെ പണിക്കരെടുത്താണ് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരിപ്പോഴും കാണൂടെ, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്തേക്കോ പള്ളിയിലച്ഛൻ്റെ അടുത്തേക്കോ പണിക്കാരുടെ അടുത്തേക്കോ ഏതെങ്കിലും അമ്പലത്തേക്കോ കൂടുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഈ പറഞ്ഞ കല്ലിനും കാണാത്ത വസ്തുവിനൊക്കെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, അവരുടെ വിശ്വാസികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ നാടിന്ന് ഇങ്ങനെയല്ല. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ഉണ്ട്, ഒരു വൈറലായുള്ള വീഡിയോ ആണ്. ഒരു പെൺകുട്ടി സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് നമ്മളെ ഒരു തലയിൽ തട്ടമിട്ട് സംസാരിക്കുന്ന ഒരു സീൻ. ഇപ്പോൾ ഹിജാബിനെ കുറിച്ചുള്ള വിഷയങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ വാക്കുകളിലേക്കും നമുക്കൊന്ന് പോവാം. ഓക്കെ, നമ്മൾ ആർ ബിന്ദു, ഉയർന്ന വിദ്യാഭ്യാസ മന്ത്രി, അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ കുട്ടി ഈ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ തട്ടമിട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒന്ന് സ്റ്റേജിലോട്ട് വരുമോ? തട്ടമിട്ട ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒന്ന് വരുമോ? എളുപ്പം പ്ലീസ്. ഒരാള് മതി കേട്ടോ. ആ തട്ടൊന്ന് എനിക്ക് ഇട്ട് തരുക. ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ അല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. തട്ടമിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവര് ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഒരിത്തിരി ദയ മതി. മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യാം, അത്ര മതി. ലോകം നന്നായിക്കോളും. താങ്ക് യു. ഈ ഒരു വീഡിയോ പല രീതിയിൽ എടുക്കുന്നവരുണ്ട്. ക്രിസംഗികൾക്കുള്ള ഒരു അടി എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ എഴുതുന്നവരുണ്ട്. ചിലർ പറയുന്നുണ്ട്, കുട്ടി നീ മനസ്സിലാക്കേണ്ടത് മുസ്ലിം മതത്തിൽ തന്നെ സ്ത്രീകളെ സ്റ്റേജിൽ കയറ്റാത്ത ഒരു സമ്പ്രദായം ഇപ്പോഴും ഉണ്ട്. തട്ടം മാത്രമല്ല, അവരെ മൊത്തം മൂടി മറച്ച് സൊസൈറ്റിയിൽ ഇറങ്ങാതെ കൊണ്ട് നടക്കുന്ന ആ മതത്തിൽപ്പെട്ട ആളുകളും അതിൻ്റെ ആചാരങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ കുട്ടി തന്നെ ലാസ്റ്റ് പറഞ്ഞ സംഗതി എടുത്താൽ മതി. മനസ്സിലായോ? പരസ്പരമുള്ള മ്യൂച്വൽ റെസ്പെക്റ്റ്. ഒരു മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, മതം പഠിച്ച, മതത്തിനെ തൊട്ടറിഞ്ഞ ഒരാൾക്ക്, അതായത് ഈ എഴുതി വെച്ച ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ, ഇതൊക്കെ തൊട്ടറിഞ്ഞ ഒരാൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ റെസ്പെക്റ്റ് ചെയ്യും ഞാൻ. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഞാൻ സത്യത്തിൽ അവരുടെ ഉള്ളിലുള്ള ഉള്ളിലിപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് അറിയാം. അവർക്ക് അവരുടെ മതമായിരിക്കും ഏറ്റവും വലുത്. അവർക്ക് മറ്റേ മതത്തിനെ കണ്ടുകൂടാന്നുള്ള ആ ഒരു ആസ്പെക്റ്റിലാണ് അവർ ഇരിക്കുന്നത്. അതെന്താ ആരും തുറന്ന് പറയാത്തതെന്ന് എനിക്കറിയാത്തത്. അന്ധമായ മതവിശ്വാസികൾ, ഓക്കെ, അവർക്കൊക്കെ എനിക്ക് തോന്നുന്നില്ല അടുത്തൊരു മതത്തിന് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഭയങ്കര പാടായിരിക്കും അവർക്ക് എപ്പോഴും അവരുടെ മതമായിരിക്കും, അവരുടെ ദൈവമായിരിക്കും അവർക്ക് മെയിൻ സാധനം എന്ന് പറയുന്നത്. അവിടെയൊക്കെയാണ് ഈ മീനാക്ഷി പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മതത്തിലോ ദൈവത്തിലോ വിശ്വാസമില്ലാത്ത എന്നെപ്പോലുള്ള ആളുകൾ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. മനസ്സിലായില്ലേ? സ്കൂളുകളിലും കോളേജുകളിലും ഞാൻ വീണ്ടും പറയുന്നു, മതം അല്ലെങ്കിൽ മതത്തിൻ്റെ എലമെൻസ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മതം പൊളിറ്റിക്സ് ആണ്, മതം വോട്ടാണ്. അപ്പോൾ പിന്നെ പല പ്രഹസനങ്ങളും നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അതിലേക്ക് ചിലപ്പോൾ കുട്ടികളെ കൊണ്ടുവരും. കുട്ടികളെയാണ് മോസ്റ്റ് മെജോറിറ്റിയും കൊണ്ടുവരുന്നത്. കാരണം കുട്ടികളെ കൊണ്ടുവന്നാലാണ് സെൻറ്റിമെൻസിൻ്റെ ഒരു എലമെൻ്റ് ഉള്ളത്. സ്ത്രീകൾ, കുട്ടികൾ, അതൊക്കെയാണ് സെൻറ്റിമെൻസിൻ്റെ ഫേസുകൾ. അങ്ങനെ ചെയ്യുന്ന കുറേ മതങ്ങളും മത നേതാക്കന്മാരും മതത്തിനെ ചുറ്റിപ്പറ്റി ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ട്. അതങ്ങനെ പോകും ഒരു സൈഡിൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു കുട്ടി പറഞ്ഞ അവസാനത്തെ നോട്ടാണ് വിശ്വാസികളോടും പറയാനുള്ളത്. മ്യൂച്വൽ റെസ്പെക്റ്റ്.
എല്ലാ എൻഡ് ഓഫ് ദ ഡേ ദൈവം ഒന്നാണ്. എല്ലാവരും പറയുന്നത് എന്താ? ഒരൊറ്റ ദൈവം. എല്ലാ മതത്തിലും എന്താ പറയുന്നത്? ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ബേസിക് കോർ കോൺസെപ്റ്റ്, ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാം ഒറ്റ കോൺസെപ്റ്റാണ്. ദൈവം, പ്രപഞ്ച സൃഷ്ടാവ്, സ്നേഹ നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ എല്ലാം ഒന്നല്ലേ? അപ്പോൾ എല്ലാവരും പരസ്പരം റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ പോരെ? അല്ലല്ലോ. ഇവിടെ വെട്ടിപ്പിടിക്കണം, സ്ഥലം വെട്ടിപ്പിടിക്കണം, പവർ വെട്ടിപ്പിടിക്കണം, രാഷ്ട്രീയം വെട്ടിപ്പിടിക്കണം. മനസ്സിലായോ? ഒന്ന് നിങ്ങൾ മതത്തിൻ്റെ സിമ്പിൾ തന്നെ അങ്ങനെയല്ലേ പലരും യൂസ് ചെയ്യുന്നത്. ചിലർ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ കുരിശ് വയ്ക്കും, ഓമ് വയ്ക്കും, ചില ആളുകൾ പച്ചത്തുണി കെട്ടിയിട്ട് പോകും. സിമ്പിളാണത്. അതായത് ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് അറിയിക്കാനും കൂടിയുള്ളൊരു പരിപാടിയാണ്. അതായത് ദൈവം വണ്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള കോൺസെപ്റ്റിൻ്റെ മുകളിൽ ഈ വണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ചില കൃപാസനം പേപ്പർ വായിക്കുന്ന ആൾക്കാരുണ്ട്. കൃപാസനം വായിച്ചിട്ട് കൃപാസനം തലയ്ക്ക് പുറത്ത് വെക്കണം അല്ലെങ്കിൽ അരച്ചിതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന കുറേ എന്താ പറയുക ദൈവ ആളുകളുണ്ട്, ദൈവത്തിനായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ കണ്ണൊന്നും ചിലപ്പോൾ അവർക്ക് ക്ലിയർ ആവില്ല കൃപാസനം വായിക്കാൻ. എന്നിട്ട് ഇത് ബാക്കി എന്താ പറയുക, ബാക്കിയുള്ള ഈ പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്ന ആളുകൾക്ക് കൃപാസനം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നവൻ കണ്ണട വെച്ചിട്ടാവും ഇത് വായിക്കുന്നത്. അപ്പോൾ കണ്ണടയ്ക്ക് ഡോക്ടർ വേണം, കണ്ണടയ്ക്ക് സയൻസ് വേണം. ആ കൃപാസനം കണ്ണട വെക്കാതിരിക്കുന്നതിൽ നിന്ന് അയാളെ രക്ഷിക്കണമൊന്നുമില്ല. ആ പറഞ്ഞ പോലെയാണ്. ചില സിമ്പലുകൾ ഇവിടെ വെക്കും. ആ സിമ്പലുകൾ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനാണ് എന്ന് പറയും. ഓക്കെ, അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സിമ്പൽ വെക്കുന്നതെന്നാണ് പറച്ചിൽ. അപ്പോൾ പിന്നെ ബാക്കി വണ്ടിയിലുള്ള ABS-ഉം ടയറും ബ്രേക്കൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ എന്താ പൊട്ടറാണ് നോക്കേണ്ട അവസ്ഥയാണ്. ഇന്നാ ഈ പ്രൊട്ടക്ഷന് ഈ വെക്കുന്ന സിമ്പലുകൾ വെച്ചിട്ട് പഴയ വണ്ടികളിൽ കയറി പോകാൻ റെഡിയാണോ? ഇല്ല. വണ്ടി എടുക്കാൻ പോകുമ്പോൾ ABS ഉണ്ടോ, EBD ഉണ്ടോ, എത്ര എയർ ബാഗ് ഉണ്ട്? അപ്പോൾ ഒന്നും കുഴപ്പമില്ല. എയർ ബാഗിൻ്റെ എണ്ണം കുറഞ്ഞാലും പ്രശ്നമില്ല, ABS ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ 2 മതചിഹ്നം കൊള്ളുന്ന ഡാഷ്ബോർഡിൽ വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ടെന്ന് ആരെങ്കിലും പറയൂ? അവിടെയൊക്കെയാണ് നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആവണമെന്ന് ഞാൻ ചിന്തിക്കാറ്. എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. ഇത് ഞാൻ പറഞ്ഞത് പറയുമ്പോൾ പലർക്കും കുരു പൊട്ടും. ഞാൻ ആരുടെയും വിശ്വാസത്തെ എന്താ പറയുക അങ്ങോട്ട് മോശമാക്കി കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിനോട് റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടോ പറയുന്നതല്ല. ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലാവണം. എല്ലാ ദൈവത്തിനും. എനിക്ക് പണ്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എക്സാം എഴുതാൻ പോകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കെണിഞ്ഞ് ബുക്ക് നോക്കി ഇനി പണ്ടറ എന്തെങ്കിലും പഠിച്ചിട്ട് പോകണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവർ രാവിലെ അമ്പലത്തിൽ പോയി 2 തേങ്ങ ഉടച്ചിട്ട് വരും. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, താൻ പാതി ദൈവം പാതി, എൻ്റെ പാതി ഞാൻ ചെയ്തില്ല, ദൈവത്തിൻ്റെ പാതി ചെയ്താൽ ഞാൻ ജയിക്കുന്നു. അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്ന കുറേ ആളുകളുണ്ട് സൊസൈറ്റിയിൽ, പണ്ട് മുതൽ പാരൻസ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ 2 വീഡിയോയിൽ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. എഗെയിൻ ഞാൻ പറയുന്നു, എനിക്കൊരു മതത്തിനോടോ അല്ലെങ്കിൽ മതവിശ്വാസികളോടോ ദൈവത്തിനോടോ എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. കാണുന്ന എൻ്റെ പ്രേക്ഷകരോടാണ്. കുറച്ച് പ്രാക്ടിക്കലായാൽ നല്ലത്. മതവിശ്വാസം ആയിക്കോളൂ, നിങ്ങൾ പ്രാക്ടിക്കലും ആയിക്കോ. മനസ്സിലായോ? നിങ്ങൾ വിശ്വാസികളുമായി ജീവിച്ചോ, പ്രാക്ടിക്കലായിട്ടും ജീവിച്ചോ. പ്രാക്ടിക്കലായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രഹസനങ്ങൾ കാണിക്കേണ്ട അവസ്ഥ വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്ന മതത്തിലുള്ള ആളാണെന്ന് അറിയിക്കാനുള്ള പ്രഹസനങ്ങളുടെ ആവശ്യമില്ലല്ലോ. ജാതിപ്പേര് ബാക്കിൽ വെക്കേണ്ട കാര്യം ഉണ്ടാവില്ല, മതചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ല, പ്രഹസനങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായില്ല? പ്രഹസനങ്ങളില്ലാതെ നിങ്ങൾക്ക് വിശ്വാസിയായിട്ട് ജീവിക്കാം നിങ്ങൾ പ്രാക്ടിക്കലാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഹസനം കാണിച്ച് ജീവിക്കേണ്ടി വരും. പിന്നെ ഈ പ്രഹസനം കാണിക്കുമ്പോൾ ചിലരുടെ വിചാരം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ദൈവം പിന്നെ എന്തോ എക്സ്ട്രാ തരും എന്നാണ്. ഈ അടുത്ത് ഞാൻ ഇന്നലത്തെ ന്യൂസിലാണ് കണ്ടത്. അയ്യപ്പൻ്റെ ഫോട്ടോ വണ്ടീൻ്റെ മുന്നിൽ വെച്ച് നിറച്ച് മാലിയിട്ട് ശബരിമലയിൽ പോയതാണ്. റേഡിയേറ്റർ ചൂടായി, ഹീറ്റ് കയറി. കാരണം കാറ്റ് പുറത്തു പോകില്ലല്ലോ, ഫാൻ കറങ്ങിയിട്ട്. മൊത്തം മാലയിലും ഫോട്ടോയിലും അടിച്ചിരിക്കുക, വണ്ടി കത്തി. വിശ്വാസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് അയ്യപ്പൻ്റെ കോപമാണെന്ന് പറയും. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ 4 മാല മാറ്റി വെച്ച് പോയാൽ മതി. പോണത് ശബരിമലയ്ക്ക് ഫോട്ടോ വെച്ച് മാലിട്ട് പോയാൽ അയ്യപ്പൻ സ്പെഷ്യലായിട്ട് വേറെ വല്ല ഐശ്വര്യം കൊടുക്കുന്നില്ലല്ലോ. അയ്യപ്പനോ അല്ലെങ്കിൽ ബാക്കി ദൈവങ്ങൾക്കോ എല്ലാ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളും ഒരുപോലെ അല്ലേ? പൈസ കൂടുതൽ കൊടുക്കുന്നവനോ 4 മാല കൂടുതൽ വെക്കുന്നവനോ സ്വർണം പൂശുന്നവനോ എക്സ്ട്രാ ലൈഫിൽ വേറെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ ദൈവം. എല്ലാവരും ഒരേപോലെ കൺസിഡർ ആക്കുന്ന ആ ഒരു, എല്ലാവരും ഈക്വലായിട്ട് കാണുന്ന ആ ഒരു എൻറ്റിറ്റിയാണ് നിങ്ങൾ ദൈവം എന്ന് വിശ്വസിക്കുന്നത്. ആ എൻറ്റിറ്റീൻ്റെ അടുത്താണ് നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കുന്നത്, എക്സ്ട്രാ പോയി ചോദിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ബൈ.